ശ്രീകുമാർ കണ്ടോ? ആരോ എന്ന് പറഞ്ഞുകൊണ്ടൊരു പുതിയ ഷോർട്ട് ഫിലിം ഇറങ്ങിയിട്ടുണ്ട്. മമ്മൂട്ടി കമ്പനിയാണ് അത് ഇറക്കിയിരിക്കുന്നത്. രഞ്ജിത്താണ് അതിൻ്റെ സംവിധാനം. മഞ്ജു വാര്യരും പിന്നെ സംവിധായകനായ ശ്യാമപ്രസാദും അതിൽ അഭിനയിക്കുന്നുണ്ട്. അത് കണ്ടിരുന്നു. അതെങ്ങനെയുണ്ടെന്ന് അത് കണ്ടിട്ട് എന്ത് തോന്നി? അല്ല, അത് കണ്ടിട്ട് എനിക്ക് ഒന്നും തോന്നിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സാധാരണഗതിയിൽ നല്ല ഷോർട്ട് ഫിലിംസ് ഒക്കെ നമ്മൾ കാണുമ്പോൾ നമുക്കതൊരു അനുഭവമായിട്ട് മാറാറുണ്ട്. എന്നാൽ ഇത് കണ്ട് 20 മിനിറ്റോളം ഉണ്ട് ആ ഷോർട്ട് ഫിലിം. അത് കണ്ട് മൊബൈൽ ഓഫ് ചെയ്തു എന്നത് കവിഞ്ഞിട്ട് വേറെ അനുഭവം അതിൽ നിന്നുണ്ടായില്ല. അതിൽ ആ കഥാപാത്രത്തിൻ്റെ ശ്യാമപ്രസാദിൻ്റെ കഥാപാത്രത്തിന് കുഴപ്പമില്ല. നമുക്ക് ആ ഏകാന്തത കുറച്ച് നമ്മൾ ആ സമയത്ത് അനുഭവിച്ചു എന്ന് എനിക്കും തോന്നി. അത് കഴിയുമ്പോൾ ആ കഥാപാത്രത്തിന് ഒരു ആഴമില്ലാത്ത പോലെ പോകുന്നു ആ കഥാപാത്രം. പിന്നെ ഒട്ടും ആഴമില്ലാത്തതാണ് മഞ്ജു വാര്യർ. മഞ്ജു വാര്യർ വേണോ അതിൽ? ഈ മഞ്ജു വാര്യരെ കൊട്ടി ഓടിച്ച് ഇവിടെ കൊണ്ടുവന്നു. അപ്പം നമ്മൾ ഈ മഞ്ജു വാര്യരൊക്കെ വരുമ്പോൾ കാണികളുടെ പ്രതീക്ഷ, ആ പ്രതീക്ഷയ്ക്കൊത്ത് ആ കഥാപാത്രം ഉയർന്നോ? അല്ല ജയമോഹൻ, അത് പ്രധാന പ്രശ്നം 20 മിനിറ്റിൽ കാണുന്ന ഷോർട്ട് ഫിലിമിന്റെ കഥ എന്താണ്? എന്താണ് ശരിക്കും ആ ഷോർട്ട് ഫിലിമിന്റെ കഥ? അതാണ് എന്താണ് ആ ഷോർട്ട് ഫിലിം നമ്മളോട് പറയാൻ ഉദ്ദേശിച്ചത്? ഒരു എന്ത് നിങ്ങൾ സിനിമ ആണെങ്കിലും എഴുത്താണെങ്കിലും സാഹിത്യമാണെങ്കിലും കവിതയാണെങ്കിലും ചിത്രമാണെങ്കിലും എന്താണ് നിങ്ങൾ മറ്റുള്ളവരോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകണം. അത് ഒരു മനസ്സിലാക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ എന്താണത് ഈ ഒരു ഷോർട്ട് ഫിലിമിലൂടെ രഞ്ജിത്ത് നമ്മളോട് പറയാൻ ആഗ്രഹിച്ചത് എന്നുള്ളത് നമ്മൾ കവിടി നിരത്തി കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അതുകൊണ്ട് ആ ഷോർട്ട് ഫിലിം എനിക്ക് പ്രത്യേകിച്ച് ഒരു വൈകാരിക ഒരു അവസ്ഥയുണ്ടാക്കിയില്ല. വെറുതെ കണ്ട് നമ്മൾ സാധാരണ ഈ റീൽസ് കണ്ട് കളയുന്ന പോലെ കണ്ട് കളയുന്ന അവസ്ഥയിലേക്ക് അത് എത്തിയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാനും അതിനോട് യോജിക്കുന്നു. ശ്രീകുമാർ പറഞ്ഞില്ലേ, അതായത് ഈ ശ്യാമപ്രസാദിന്റെ കഥാപാത്രത്തിന്റെ അനുഭവ തീക്ഷ്ണതയും ആ കഥാപാത്രത്തിന്റെ മാനസിക വിഭ്രാന്തി ഒന്നും പ്രേക്ഷകരിലേക്ക് ഒരിക്കലും എത്തുന്നില്ല. അത് അവിടെ വെച്ച് നിൽക്കുക. അങ്ങനെ എത്തിക്കാൻ, അതായത് കഥ എനിക്ക് നന്നായിട്ട് തോന്നി. പക്ഷെ ആ കഥ നന്നാക്കാമായിരുന്ന കൂടുതൽ സാധ്യതകളുള്ള ഒരു കഥയായിരുന്നു പല വിധത്തിൽ. ആ കഥ തിരക്കഥയും സംഭാഷണവും, രഞ്ജിത്തിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. രഞ്ജിത്ത് തിരക്കഥാകൃത്ത് എന്നുള്ള നിലയിലും സംവിധായകൻ എന്നുള്ള നിലയിലും മലയാളത്തിൽ മികച്ച തിരക്കഥാകൃത്തും സംവിധായകൻ തന്നെയാണ് രഞ്ജിത്ത്. പക്ഷെ ഈ ഒരു ഷോർട്ട് ഫിലിമിൽ ഈ കഥ തിരഞ്ഞെടുത്തതിലല്ല, കഥ കൈകാര്യം ചെയ്തതിൽ പാളിച്ച പറ്റിയെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് പാളിച്ച പറ്റി എന്ന് പറയാൻ കാരണം, എന്താണോ രഞ്ജിത്ത് പറയാൻ ആഗ്രഹിച്ചത് അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. ആ ഒരു കഥാപാത്രം, ശ്യാമപ്രസാദിന്റെ കഥാപാത്രത്തിലൂടെ എന്താണോ രഞ്ജിത്ത് നമ്മളോട് പറയാൻ ആഗ്രഹിച്ചത്? ഒരു മനുഷ്യന്റെ ഏകാന്തതയെക്കുറിച്ചാണ്. മനുഷ്യന്റെ ഏകാന്തതയെക്കുറിച്ച് നിരവധി സിനിമകൾ ലോകത്തെ എല്ലാ ഭാഷകളിലും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അതെ, അതിൽ നിന്ന് എന്ത് വ്യത്യസ്തതയാണ് ഈ ഒരു ഷോർട്ട് ഫിലിമിലൂടെ രഞ്ജിത്ത് നമ്മളോട് പറയാൻ ഉദ്ദേശിച്ചത്? അയാളൊരു എഴുത്തുകാരനാണെന്ന് മനസ്സിലായി, അയാൾ മദ്യപിക്കുന്ന ആളാണെന്ന് മനസ്സിലായി, അയാൾ ഒറ്റയ്ക്കാണെന്ന് മനസ്സിലായി. അതിനപ്പുറത്തേക്ക് എന്താണ് ആ ഷോർട്ട് ഫിലിമും കൊണ്ട് അദ്ദേഹം പറയാൻ ആഗ്രഹിച്ചത്, പറയാൻ ഉദ്ദേശിച്ചെന്നുള്ളൊരു കടങ്കഥയായിട്ട് അവശേഷിക്കുകയാണെന്നാണ് എനിക്കത് കണ്ടപ്പോൾ മനസ്സിലായത്. അയാൾക്കുടെ ആ കഥാപാത്രത്തിന്റെ ഒരു തോന്നലാണ് ഇങ്ങനൊരു സ്ത്രീ വന്നതെന്നുള്ളത്. അത് മാനസികമായ ഒരു ഭ്രാന്തി, അത്രേ ഉള്ളൂ. പക്ഷെ അത് വേണ്ട വിധത്തിൽ പ്രേക്ഷകരിൽ വന്നു എന്ന് തോന്നുന്നില്ല. പ്രേക്ഷകർ അത് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. പ്രേക്ഷകർക്ക് പല അഭിപ്രായങ്ങളുണ്ട് സോഷ്യൽ മീഡിയയിൽ. അല്ല, ഇതൊന്നും സംഭവം അറിയാമോ? എന്താണ് ശരിക്കും അയാളുടെ ജീവിതം, ഈ ശ്യാമപ്രസാദ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ജീവിതം എന്താണെന്ന് പറയാൻ ആ 20 മിനിറ്റിലും ഈ രഞ്ജിത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ദൗർഭാഗ്യകരമായ വസ്തുത. എന്താണ് ആ ജീവിതം എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അയാളൊരു എഴുത്തുകാരനാണ്, അയാൾ സ്ഥിരമായി മദ്യപിക്കുന്ന ആളാണ് എന്നത് കവിഞ്ഞിട്ട് അയാൾക്ക് എന്താണ് അയാളുടെ ജീവിതത്തിൽ അയാൾ എന്താണ് നഷ്ടപ്പെടുത്തിയത്, എന്താണ് നേടിയത്, എന്താണ് അയാളെ കാത്തിരിക്കുന്നത് എന്നതിനെ കുറിച്ചൊന്നും യാതൊരു സൂചനയുമില്ലാതെ അല്ലെങ്കിൽ ആരെങ്കിലും അയാൾ വരുമെന്നുള്ള പ്രതീക്ഷയിലാണോ അതിലിരിക്കുന്നത്, അതും മര്യാദയ്ക്ക് കൺവേ ചെയ്യാൻ പറ്റില്ല. ചുരുക്കത്തിൽ എനിക്കൊന്ന് മമ്മൂട്ടി കമ്പനിക്ക് ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യം. മമ്മൂട്ടി ആരെങ്കിലും പറ്റിച്ചോ? അല്ല, മമ്മൂട്ടി ആരോ പറ്റിച്ചോ? ആരോ അല്ല, പറ്റിച്ചതാണോ? ഇനിയിപ്പോ രഞ്ജിത്തിനെ കൊണ്ട് ഇത്ര മാത്രം കഴിയുള്ളൂ എന്ന് തെളിയിക്കാൻ വേണ്ടി മമ്മൂട്ടി ചെയ്താണോ ഒന്നും നമുക്കറിയില്ല. ഏതായാലും രഞ്ജിത്തിനോട് മമ്മൂട്ടി ചെയ്തതാണോ ചതി, അതോ മമ്മൂട്ടി രഞ്ജിത്തിനോട് ചെയ്തതാണോ ചതി, എന്താണെന്ന് നമുക്കറിയില്ല. ഇവർ പരസ്പരം ഇത് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കിയെന്ന് എനിക്ക് കഥ എടുക്കുമ്പോഴേ എനിക്ക് ചോദിക്കുന്നത്, ഒരു കഥ എടുക്കുമ്പോൾ സിനിമയിൽ നമുക്കറിയാമല്ലോ, ഒരു കഥ എടുക്കുമ്പോൾ നമ്മൾ പുറത്ത് നിൽക്കുന്ന സിനിമയ്ക്ക് പുറത്ത് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കറിയാം, ഒരു കഥ എടുക്കുമ്പോൾ ആ കഥ വളരെയധികം ചർച്ച ചെയ്യപ്പെടും. അത് സംവിധായകൻ ചർച്ച ചെയ്യും, സംവിധായകൻ തിരക്കഥാകൃത്തും, അത് ഒരാളാണ്. പിന്നെ നടന്മാർ വരുന്നത്, ഇപ്പം മഞ്ജു വാര്യരൊക്കെ വരുമ്പോൾ മഞ്ജു വാര്യർ ചോദിക്കൂലേ, ഇത് എന്താണ് ഇതിൽ ഞാൻ എന്താ ചെയ്യാനുള്ളത്? മഞ്ജു വാര്യർക്ക് ഒന്നും ചെയ്യാനില്ല അതിലേ.
അല്ല, മഞ്ജു വാര്യർക്ക് പകരം ഇനിയിപ്പോ ഹണി റോസ് ആയാലും അതിനകത്ത് വലിയ മാറ്റം ആരായാലും മതിയായിരുന്നു. കാരണം മഞ്ജു വാര്യർ തന്നെ വേണമെന്നില്ല. ഒരു സ്ത്രീ വന്ന് ചോദിക്കുന്നു, തിരിച്ചു പോകുന്നു, ഇതായിട്ട് അയാൾക്ക് തോന്നുന്നു എന്നത് കവിഞ്ഞിട്ട് എന്താണ് മഞ്ജു വാര്യർക്ക് അയാളുടെ ജീവിതത്തിൽ എന്താണ് മഞ്ജു വാര്യരുടെ കഥാപാത്രം ഉണ്ടാവുന്ന സ്ഥാനം, അല്ലെങ്കിൽ എന്താണ് അവിടെ മഞ്ജു വാര്യരുടെ കഥാപാത്രത്തെ കൊണ്ടുവന്നുകൊണ്ട് ഇയാൾ ഉദ്ദേശിക്കുന്നത്, ഇതൊന്നും പ്രേക്ഷകന് മനസ്സിലാക്കാത്തതിൽ. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, പണ്ടത്തെ പോലെയല്ല, മനസ്സിലാക്കാൻ കഴിയാത്ത ഒന്നിനെയും പ്രേക്ഷകർ അംഗീകരിക്കില്ല എന്നുള്ളതാണ് പുതിയ കാലത്തിന്റെ ഒരു വസ്തുത. പിന്നെ ഇത് കച്ചവടം, മഞ്ജുവാര്യരുടെ കൊണ്ടുവന്നതിൽ കച്ചവടം. നമ്മൾ പറഞ്ഞു വന്നത് അതല്ല. ഈ ഒരു കഥ എടുക്കുമ്പോൾ അത് പിന്നെ മമ്മൂട്ടിയായിട്ട് എങ്ങനെയായാലും ചർച്ച ചെയ്ത് കാണൂലേ. പിന്നെ രഞ്ജിത്ത്, ശ്യാമപ്രസാദ് കഥ വലിയ സംവിധായകൻ, ശ്യാമപ്രസാദായിട്ട് ചർച്ച ചെയ്ത് കാണൂലേ. പിന്നെ ഈ മഞ്ജു വാര്യർ വരുമ്പോൾ മഞ്ജു വാര്യർ ഈ കഥാപാത്രത്തെ പറ്റി ചോദിച്ചും പറഞ്ഞും കാണൂലേ. ഇത്രമാത്രം പ്രഗത്ഭരായ മഹത്തായ ആൾക്കാരുള്ളിടത്ത് അവർ ചെയ്തിട്ട് ഇങ്ങനെ ഒരു സാധനം എങ്ങനെ വന്നു എന്നുള്ളതാണ് നമ്മൾ അല്ല, അത് ശരിക്കും കാരണം ഈ ശ്യാമപ്രസാദും രഞ്ജിത്തും ഒരുമിച്ച് പഠിച്ചാണ് സ്കൂൾ ഓഫ് ഡ്രാമയിൽ. അതുകൊണ്ട് അവർ തമ്മിൽ നേരത്തെ തന്നെ അടുപ്പമുണ്ട്. ശ്യാമപ്രസാദിനേക്കാൾ കുറച്ചുകൂടെ എസ്റ്റാബ്ലിഷ്ഡ് ആയ സംവിധായകനായി രഞ്ജിത്ത് മാറി. അതെ, ഇതെല്ലാം ശരിയാണ്. പക്ഷെ എങ്കിലും ഈ മമ്മൂട്ടിക്ക് ഇതിനകത്ത് എന്ത് കാര്യം എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. എന്തിനാണ് മമ്മൂട്ടി കമ്പനി ഒരു ചിത്രം ഒരു ഷോർട്ട് ഫിലിം എടുത്തത്, നമ്മളെ കാണിച്ചത് മമ്മൂട്ടിയുടെ യൂട്യൂബ് ചാനലിലൂടെ എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. കാരണം അങ്ങനെ കാണിക്കാനായിട്ടൊന്നും പ്രേക്ഷകരായിട്ട് പറയാനുള്ളതായിട്ട് ഒന്നുമില്ല, അതിനകത്ത് കാണുന്നില്ല. അപ്പോൾ ചുമ്മാ കണ്ട് റീൽസ് കണ്ട് പോകുന്ന പോലെ 20 മിനിറ്റ് കണ്ടു പോകുക എന്നത് കഴിഞ്ഞിട്ട് അതിലെന്താണ് ശരിക്കും ഒരു മനുഷ്യന്റെ ഏകാന്തത എന്നൊക്കെ പറയുന്നത് നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യമാണ്. അതിലെന്ത് പുതുമയാണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല. അയാളൊരു എഴുത്തുകാരനാണ്, മദ്യപിക്കുന്ന ആളാണ്, പുകവലിക്കുന്ന ആളാണ്. അതിൽ കൂടുതൽ എന്താണ് എനിക്ക് മനസ്സിലായില്ല അത് കണ്ടിട്ട്. അതിൻ്റെ പശ്ചാത്തലവും പിന്നെ പശ്ചാത്തല സംഗീതമൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ടെക്നിക്കൽ സൈഡ് ഒരു പക്ഷേ കൊള്ളാമെന്ന് പറയാം. കാരണം രഞ്ജിത്തിന് ടെക്നിക്കൽ സൈഡ് നല്ല ഗ്രാഹ്യമുള്ളതുകൊണ്ട് ഇവിടെ പശ്ചാത്തല സംഗീതവും ടെക്നിക്കൽ സൈഡും കൊള്ളാം. പക്ഷേ സംഗീതവും സാങ്കേതികതയും മാത്രമല്ലല്ലോ, സിനിമയ്ക്ക് ഒരു ആത്മാവ് വേണമല്ലോ. ആത്മാവ് നഷ്ടപ്പെട്ടു പോയി. സോൾലെസ് ആയിട്ടുള്ള സിനിമയായിട്ട് ഈ ഒരു അല്ലെങ്കിൽ ആ ഒരു സോൾലെസ് ആയിട്ടുള്ള ആത്മാവില്ലാത്ത ഒരു ചിത്രമായിട്ട്, ചലച്ചിത്രമായിട്ട്, ഷോർട്ട് ഫിലിമായിട്ട് ഈ ആരോ മാറി എന്നുള്ളത് ഒരു കാര്യത്തിൽ സംശയമില്ല. ഇത് മമ്മൂട്ടിക്ക് ഒരു നാണക്കേട് തന്നെയായിരുന്നു എൻ്റെ അഭിപ്രായം. ഒരുപക്ഷെ മമ്മൂട്ടി ഇനിയിപ്പോൾ രഞ്ജിത്തിന് ഒരു തിരിച്ചറിയാൻ വേണ്ടി മമ്മൂട്ടിയുടെ അടുത്ത് സുഹൃത്തായതുകൊണ്ട് രഞ്ജിത്ത് ഒരു വലിയ മോശം കാലഘട്ടം കഴിഞ്ഞ് തിരിച്ചു വരുവാണ്. അപ്പൊ തിരിച്ചു വരുമ്പോൾ എൻട്രി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചൊരു ഒരു സഹായം മമ്മൂട്ടി ചെയ്തായിരിക്കാം. ഏതായാലും ആ സഹായം മമ്മൂട്ടിക്ക് ഉപദ്രവമായോ രഞ്ജിത്തിന് ഉപദ്രവമായോ എന്നുള്ളത് കാലം തീരുമാനിക്കുന്ന എനിക്ക് പറയാനുള്ളത്. ഇത് വി ആർ സുധീഷിന്റെ ആണ് കഥ ഞാൻ വായിച്ചിട്ടുള്ള കഥ നല്ല രസമാണ്. പക്ഷെ കഥയ്ക്കൊപ്പം ഈ സിനിമ വന്നില്ല എന്നാ പറയുന്നത്, എന്നാ എനിക്ക് തോന്നിയത്. അല്ല, കഥയ്ക്കൊപ്പം സിനിമ വരാത്തതിന്റെ കാരണം കഥ എന്ന് പറയുന്നത് ആ കഥ ഒരു പക്ഷേ രണ്ട് കാര്യങ്ങളുണ്ടാകും. ആ കഥ സിനിമ ഈ ഒരു ഷോർട്ട് ഫിലിം ആക്കി മാറ്റുമ്പോൾ എന്തോ കാര്യമായിട്ട് അതിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതെ, നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ് ആ കഥ പോലെ സിനിമ വരാതിരുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഥ നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളത് സംവിധായകന്റെ കടമയായിരുന്നു, ജോലിയായിരുന്നു. അദ്ദേഹം അത് വേണ്ട വിധത്തിൽ ചെയ്തില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതെ, ഈ കഥ അങ്ങനെ തന്നെ എടുത്ത് സിനിമയാക്കാൻ നമുക്ക് പറ്റില്ല. അത് പണ്ട് സക്കറിയയുടെ ഒരു കഥ ഭാസ്കര പട്ടേലിനും ഞാൻ അങ്ങനെ ഒരു പ്രശ്നം വന്നിരുന്നു. സർക്കറിയ പറഞ്ഞിരുന്നു എന്റെ കഥ അല്ല അതെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു ആ കഥ അങ്ങനെ തന്നെ എടുത്ത് എനിക്ക് സിനിമയാക്കാൻ പറ്റില്ല, സിനിമ വേറെയാണ്, സിനിമയ്ക്ക് വേറെ ഇതുണ്ട്, സിനിമ വേറെ പ്ലാറ്റ്ഫോമാണ്, പ്ലാറ്റ്ഫോം അല്ല സിനിമയ്ക്കുള്ളത്. അതെ. അപ്പൊ ഏതായാലും ഒരു കാര്യം ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ ഈ പറയുന്ന പോലെ മമ്മൂട്ടിക്ക് ഇതിന്റെ ആവശ്യം ഉണ്ടായില്ല, രഞ്ജിത്തിന് ഇതിന്റെ ആവശ്യം ഉണ്ടായില്ല. ശ്യാമപ്രസാദ് നല്ലൊരു നടനാണെന്ന് എനിക്ക് അതൊരു കാര്യമുണ്ട്. ശ്യാമപ്രസാദ് നല്ലൊരു അഭിനേതാവാണ്. അദ്ദേഹം ഈ തുടർന്ന് അഭിനയിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. നന്നായിട്ട് അഭിനയിക്കാൻ കഴിയും. അദ്ദേഹം സ്കൂൾ ഡ്രാമയിൽ ഇറങ്ങിയതിനു ശേഷം അദ്ദേഹം അഭിനയിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം നന്നായിട്ട് അഭിനയിച്ചു, ഇനി അഭിനയം തുടരുന്നത് അദ്ദേഹത്തിന് നന്നായിരിക്കും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതും പിന്നെ പത്തായം നിറഞ്ഞു എന്നുള്ളതും മാത്രമാണ് ഇവിടുത്തെ. മമ്മൂട്ടിയുടെ പത്തായം നിറഞ്ഞു കാണും. ശ്യാമപ്രസാദ് നല്ലൊരു അഭിനേതാവാണ്, അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ഉറപ്പ്, 100% ഉറപ്പാണ്. ഓക്കെ.